الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം, ഇത് കുറേ രാത്രികളുടെയും പകലുകളുടെയും കൂട്ടമാണ്. മജ്മുഉൽ ലൈലി വന്നഹാർ. ജീവിതമെന്നാൽ എണ്ണപ്പെട്ട ചില രാത്രികളും പകലുകളും ഒരുമിച്ച് കൂടുന്നതിൻ്റെ പേരാണ്. അതുകൊണ്ട് നമ്മുടെ രാത്രിയും വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ പകലുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ രാത്രിയും ഓരോ പകലും പൂർത്തിയാകുമ്പോൾ ഈ വാഹനമാകുന്ന രാത്രിയും പകലും നമ്മെ കൊണ്ട് ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ഇന്നൽ ലൈല വന്നഹാറ മത്വിയതാൻ. രാത്രിയും പകലും മനുഷ്യനെ കൊണ്ട് സഞ്ചരിക്കുന്നൊരു വാഹനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളാവും നമ്മുടെ ജീവിതത്തിൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഒരു ദിവസത്തെ രണ്ടായി വിധിക്കുകയും അതിൻ്റെ കുറേ സമയങ്ങൾ പകലാക്കുകയും കുറേ സമയങ്ങൾ രാത്രിയാക്കുകയും ഇരുളാക്കുകയും ചെയ്യും. ഇത് അല്ലാഹുവിൻ്റെ ഖുദ്റത്തിൽപ്പെട്ടതാണ്, അവൻ നമുക്ക് നൽകിയ നിഅമത്തിൽപ്പെട്ടതുമാണ്. വഹുവ അല്ലദീ ജഅല അൽ-ലൈല വൻ-നഹാറ ഖിൽഫതൻ ലിമൻ അറാദ. അവനാണ് അടിമകൾക്ക് രാത്രിയും പകലും നൽകിയത്. അതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല. അഥവാ അല്ലാഹു രാത്രി മാത്രമാക്കിയിരുന്നുവെങ്കിൽ പകൽ നൽകുവാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ അഫലാ തസ്മഊൻ. രാത്രി മാത്രം ഈ ഭൂമി ലോകത്ത് പകൽ വരുന്നില്ല എങ്കിൽ, ഖിയാമത്ത് നാൾ വരെ രാത്രി മാത്രം, പകലൊന്ന് വെളിച്ചം വരുന്നില്ല എങ്കിൽ ആർക്കാണ് പിന്നെ വെളിച്ചത്തെ കൊണ്ടുവരാൻ സാധിക്കുക? ഇനി നേരെ വിപരീതമായി, ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. പകൽ മാത്രം, രാത്രി വരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഭൂമിയിൽ സംജാതമായാൽ പിന്നെ നിങ്ങൾക്ക് ആരാണ് രാത്രിയെ കൊണ്ടുവരുന്നത്? അല്ലാഹു തആല ചോദിക്കുകയാണ്.
നമ്മുടെ ജീവിത സുഖത്തിനും സന്തോഷത്തിനുമായി അള്ളാഹുവാണ് നമുക്ക് ഒരു ദിവസത്തെ രണ്ടായി രാത്രിയും പകലുമായി വീതിച്ച് നൽകിയത്. അതുകൊണ്ട് തന്നെ രാത്രിയും അള്ളാഹുവിനോട് ചില ഹുക്കൂക്കുകൾ കടമകളുണ്ട്, പകലും അള്ളാഹുവിനോട് ചില ഹുക്കൂക്കുകൾ കടമകളുണ്ട്. ഈ രണ്ട് ഭാഗവും അള്ളാഹു അടിമക്ക് പാപം ചെയ്യാൻ വിധിച്ച് നൽകിയതല്ല. ഇതിൻ്റെ ഒരു സെക്കൻഡ് പോലും മനുഷ്യനെ തിന്മകൾ ചെയ്യാൻ വേണ്ടിയല്ല അള്ളാഹു നൽകിയത്. അതുകൊണ്ട് നമ്മൾ രാത്രിയും പ്രധാനപ്പെട്ടതാണ്, പകലും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന രാത്രി ഇത് വളരെ ഗൗരവമുള്ളതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതിൽ അള്ളാഹു അടിമയിൽ രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമാക്കുന്നത്. ഒന്ന്, രാത്രിയുടെ ഇരുളിലൂടെ അടിമയുടെ സ്വസ്ഥമായ വിശ്രമം. വജഅല അൽ-ലൈല സകനൻ, രാത്രിയെ നിങ്ങൾക്ക് വിശ്രമത്തിന് വേണ്ടി, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി അള്ളാഹു നൽകിയതാണ്. രണ്ട്, രാത്രി അള്ളാഹു നൽകിയത് അടിമക്ക് തൻ്റെ ഉടമയുമായി നല്ല സാമീപ്യം സിദ്ധിക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അവസരമാണ്. ഇരുളിൻ്റെ മറവിൽ അടിമക്ക് ഉടമസ്ഥനുമായി തനിച്ചാകാനും അവനുമായി അടുക്കാനുമുള്ള അവസരമാണ്. അതുകൊണ്ട് ഹദീസിൽ വരുന്നുണ്ട്, ഒരടിമ ഏറ്റവും അള്ളാഹുവുമായി അടുക്കുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട്. അഖ്റബുമായ യകൂനുൽ അബ്ദ്, ഒരടിമ ഏറ്റവും അള്ളാഹുവുമായി അടുക്കുന്ന രണ്ട് സന്ദർഭം. ഒന്ന് സുജൂദിന്റെ സമയത്താണ്, രണ്ട് ജൗഫുൽ ലൈൽ, രാത്രിയുടെ ഇരുളിലാണ്. രാത്രിയുടെ ഇരുളിന് അള്ളാഹു നൽകിയത് അടിമക്ക് ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് കൂടുതൽ സാമീപ്യം സിദ്ധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ സമയത്ത് ബുദ്ധിമാൻ ഒരു മുഅ്മിൻ അള്ളാഹുവിന്റെ തന്നെ സമയത്തെ കണ്ടെത്തും, ത്യാഗത്തോടു കൂടി രാത്രിയെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനും രാത്രിയെ പാഴാക്കുന്നതും ഒരിക്കലും തുല്യനാവുകയില്ല. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ വയഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി, രാത്രി കാലങ്ങളിൽ തന്റെ റബ്ബിന് വേണ്ടി സമയം കണ്ടെത്തുന്ന അടിമയും രാത്രി കാലങ്ങളിൽ പാപങ്ങൾ മുഴുകുന്ന അടിമയും രണ്ടുപേരും ഒരിക്കലും തുല്യമാവുകയില്ല. അതുകൊണ്ട് ഓരോ രാത്രിയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അവസരമാണ്. സഹാബാക്കളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനായ സഹാബി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, നബി തങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, സ്വർഗം ആഗ്രഹിക്കുന്ന ചില സഹാബാക്കളിലുണ്ട്. മനുഷ്യർ സ്വർഗത്തെ അള്ളാഹുവോട് ചോദിക്കുമ്പോൾ സ്വർഗം അള്ളാഹുവോട് ചിലരെ ചോദിക്കും. അതിൽപ്പെട്ടതാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല. മാത്രമല്ല, സഹാബാക്കളുടെ കൂട്ടത്തിൽ കൂടുതൽ ആയുസ് ജീവിക്കാൻ അവസരം കിട്ടിയ സഹാബിയുമാണ്. അദ്ദേഹം പറയുമായിരുന്നു, രാത്രിയിൽ മനുഷ്യർ മൂന്ന് വിഭാഗമാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ ജനങ്ങൾ മൂന്നായി പിരിയും. അതിലൊരു വിഭാഗം മൻ ലഹു മൻ അലൈഹി വലാ ലഹു, രാത്രി അവന് പ്രതികൂലമാണ്, അവൻ എതിര് നിൽക്കുന്ന രാത്രിയാണ്, അവൻ അനുകൂലമാവുകയില്ല. അതാരാണ്? അദ്ദേഹം പറഞ്ഞു, അവൻ രാത്രിയുടെ ഇരുൾ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം വിശ്രമത്തിലേക്കും അശ്രദ്ധയിലേക്കും മാറിക്കഴിഞ്ഞാൽ ആ ഇരുട്ടിൻ്റെ മറവിനെ അവസരമായി മനസ്സിലാക്കി അവൻ അവൻ്റെ വാഹനപ്പുറത്ത് കയറി തിന്മയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന മനുഷ്യൻ. ജനങ്ങളെല്ലാം അശ്രദ്ധമാകുന്ന ഇരുട്ടിൻ്റെ മറവിൽ അവൻ്റെ വാഹനപ്പുറത്ത് തിന്മയ്ക്കുള്ള അവസരങ്ങൾ തേടി പുറപ്പെടുന്ന മനുഷ്യൻ. രാത്രി കാലങ്ങളിൽ പാപങ്ങളിലും ഹറാമുകൾ കണ്ടും രാത്രിയെ തിന്മയിൽ മുഴുകുന്നവർ, അവർ തെറ്റിദ്ധരിച്ചു പോയി ഇരുട്ടിൻ്റെ മറവിൽ തിന്മ ചെയ്താൽ ആരും അറിയുകയില്ലായിരുന്നു. അവർ ഇരുട്ടിൻ്റെ മറവിനെയും ജനങ്ങളുടെ അശ്രദ്ധയും അവസരമായി മനസ്സിലാക്കി. എന്നാൽ അവർ അറിയുന്നില്ല, ഈ ഇരുട്ട് സൃഷ്ടികൾക്കാണ്. ഖാലിഖായ അല്ലാഹുവിനെ സംബന്ധിച്ച ഇരുട്ട്, അവന് വെളിച്ചവും ഇരുട്ടും ഒരുപോലെയാണ്. സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബിൽ ലൈലി വസാരിബുൻ ബിൻ നഹാർ. അല്ലാഹുവിന് തുല്യമാണ് അടിമയുടെ രാത്രിയും പകലും ഒരേപോലെയാണ്. പകൽ ചെയ്യുന്ന തിന്മ കാണുന്ന അല്ലാഹു തആല അതേപോലെ തന്നെ
രാത്രിയിലെ രഹസ്യമായ തിന്മകളും വ്യക്തമായി അറിയുന്നവനാണ്. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളിൽ നിന്ന് മറയുന്നു, തിന്മകൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് മറയുന്നു, ഇരുട്ടിലേക്ക് മറയുന്നു. പക്ഷെ അള്ളാഹുവിനാൽ മറയുന്നു. അള്ളാഹു കാണുന്ന ചിന്ത നഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല, ജനങ്ങളുടെ നോട്ടത്തെ ഭയപ്പെടുന്നു. ഇതാ ഖലൗത, ഒരു പദ്യകാരൻ പറഞ്ഞതുപോലെ, നീ എപ്പോഴെങ്കിലും രാത്രിയിൽ ഒറ്റക്കായാൽ, ഇതാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ വന്നഫ്സു ദാഇയത്തുൻ ഇലൽ ഇസ്യാനി ഫസ്തഹീ മിൻ നദരിൽ ഇലാഹി വഖുൽ ലഹാ ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി. രാത്രിയുടെ ഇരുൾ വരുമ്പോൾ നിന്റെ ശരീരം തിന്മയിലേക്ക് നിന്നെ ക്ഷണിക്കും. ഇരുൾ മൂടുമ്പോൾ, രാത്രിയുടെ കൂരിരുട്ടിൽ നിന്റെ ശരീരം തിന്മ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കും. നീ അതിയായി നിന്നിലേക്ക് ആശകൾ ഉണ്ടാക്കും. എന്നാൽ ഫസ്തഹീ മിൻ നദരിൽ ഇലാഹി, ഇരുട്ടിന്റെ മറവിൽ ജനങ്ങൾ ആരും കാണുകയില്ല, പക്ഷെ നീ മനസ്സിലാക്കണം, നിന്റെ റബ്ബ് നീ കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ നോട്ടത്തിൽ നീ ലജ്ജയുള്ളവനാകണം. നീ നിന്റെ നഫ്സിനോട് പറയണം, വഖുൽ ലഹാ ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി. ഈ ഇരുട്ടിനെ സൃഷ്ടിച്ച ഉടമസ്ഥനായ അല്ലാഹുവിനെ കാണുന്നുണ്ട്. ഇരുട്ടിനെ സൃഷ്ടിച്ച ഒരു ഉടമസ്ഥനുണ്ട്. അവൻ ഇരുട്ടിന്റെ ഉള്ളിൽ ചെയ്യുന്ന തിന്മകളും കാണുന്നവനാണ്. വലാ തഹ്സബന്നല്ലാഹ ഗാഫില അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട, അല്ലാഹു അശ്രദ്ധനാണ്, അവൻ അറിയുകയില്ല. ഒരു ദിവസം വരാനുണ്ട്, അന്ന് ഇരുട്ടിന്റെ മറവിൽ ചെയ്ത മുഴുവൻ തിന്മകളെയും പരസ്യമാക്കപ്പെടും. യൗമ തുബല സറായിർ, രഹസ്യങ്ങളെല്ലാം പരസ്യമാക്കും ദിവസം വരാനുണ്ട്. അന്ന് തിരിച്ചറിയൂ, ഇരുട്ടിന്റെ മറവിൽ തിന്മകൾക്ക് വേണ്ടി കഴിഞ്ഞുകൂടിയവർ, രാത്രി കാലങ്ങൾ പാപങ്ങൾ പുറകിൽ സഞ്ചരിച്ചവർ, അവരുടെ തിന്മകളെയും പാപങ്ങളെയും പരസ്യമാക്കും ദിവസം അവർ തിരിച്ചറിയുന്നതാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല പറഞ്ഞു, ഒരു വിഭാഗം ജനങ്ങൾ അവർക്ക് രാത്രി മൻ അലൈഹി വലാ ലഹു, രാത്രി അവർക്ക് പ്രതികൂലമായിരിക്കും, തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. ആ രാത്രി അവർക്ക് അനുകൂലമായിരിക്കില്ല. രണ്ടാമത്തെ വിഭാഗം രാത്രിയിൽ മൻ വമൻ ലഹു വലാ അലൈഹി, ആ രാത്രി അവർക്ക് അനുകൂലമായിരിക്കും. അഥവാ രാത്രി മനുഷ്യനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, സഹാബി പറഞ്ഞു, രാത്രി ഒന്ന് വന്നു കഴിഞ്ഞാൽ, ജനങ്ങളെല്ലാം ഗഫ്ലത്തിലായി കഴിഞ്ഞാൽ അടിമ എണീക്കും, നമസ്കരിക്കാൻ നിൽക്കും, ഇബാദത്തിനായി സമയം കണ്ടെത്തും. ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിലായി, റുകൂഇലായി, ദിക്റിലായി, ഇബാദത്തിൽ അവനെ രാത്രി പൂർത്തിയാക്കും. അവൻ വലിയ ഭാഗ്യവാനാണ്. അവന്റെ ചുറ്റുപാടും സാഹചര്യവും തിന്മകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. അവൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ ജനങ്ങൾ തിന്മയിൽ കഴിഞ്ഞുകൂടുന്നവരായിരിക്കും. അന്ന് അവന്റെ ചുറ്റുപാടിൽ ജനങ്ങൾ കമ്പോളങ്ങളിലും മാളുകളിലും ജനങ്ങൾ ചായപ്പീടിയിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അവൻ ആ രാത്രിയിൽ കമ്പോളങ്ങളിലേക്ക് ഇറങ്ങാതെ, പാപങ്ങൾക്ക് സമയം കണ്ടെത്താതെ അല്ലാഹുവിന് മുന്നിൽ നിൽക്കുന്നൊരു അടിമയായിരിക്കും. ഇന്ന് ഭൂമിയിൽ അങ്ങനത്തെ അടിമകൾ കുറവാണ്. ഭാഗ്യവാന്മാരാണ്, ബുദ്ധിശാലികളാണ്. അവർ രാത്രിയുടെ ഇരുളിനെ അവസരമായി മനസ്സിലാക്കി അല്ലാഹുവിന് വേണ്ടി സമയം കണ്ടെത്തി ഇബാദത്തിലേക്ക് കഴിഞ്ഞുകൂടുന്നവർ മുസ്ലിമീങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ധാരാളമായി കാണാൻ സാധിക്കുമായിരുന്നു. സഹാബത്തുൽ കിറാമിൻ്റെയും സലഫുസ് സാലിഹീങ്ങളുടെ ജീവിതങ്ങൾ നോക്കിയാൽ രാത്രി കാലങ്ങൾ അല്ലാഹുവിൽ കരയുന്നവർ, രാത്രി കാലങ്ങൾ അല്ലാഹുവിൽ റുകൂഇലും സുജൂദിലും കഴിഞ്ഞുകൂടുന്നവർ ധാരാളമായി കാണാൻ സാധിക്കുമായിരുന്നു. പ്രസിദ്ധനായ ഒരു താബിഈ റബീ ബിൻ ഹുസൈൻ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്ന സഹാബിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. തൻ്റെ ശിഷ്യനെ കുറിച്ച് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നിന്റെ നല്ല നല്ല ഗുണങ്ങൾ, അതുകൊണ്ട് നിന്നെ നബിതങ്ങൾ ലൗ റആക റസൂലുള്ളാഹ്, നിന്നെ നബിതങ്ങൾ എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ നിന്നെ നബിതങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു. താബിഈൻ നബിയെ കണ്ടിട്ടില്ല, പക്ഷേ നിന്റെ ഇത്രയും നല്ല ഗുണങ്ങൾ നബി ഹബീബായ തങ്ങൾ നിന്നെ കണ്ടിരുന്നുവെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുമായിരുന്നു. അത്രയും നല്ല ഗുണത്തിൻ്റെ ഉടമയാണ് എന്ന് തൻ്റെ ശിഷ്യനെ കുറിച്ച് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുക. അത്ര നല്ല ഉയർന്ന ഗുണത്തിൻ്റെ ഉടമയായിരുന്നു, ജീവിതം പരിശുദ്ധമായിരുന്നു. ഇപ്പോഴും തൻ്റെ ഉസ്താദ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുക്കൽ വീട്ടിൽ ഹദീസ് പഠിക്കാൻ വരും. വീട്ടിലെ അടിമ സ്ത്രീ ഇദ്ദേഹം വരുമ്പോൾ പറഞ്ഞിരുന്നത്, ആ അന്ധനായ മനുഷ്യൻ നിങ്ങളെ തേടി വന്നിട്ടുണ്ട് എന്നാണ്. സത്യത്തിൽ അദ്ദേഹം അന്ധനായിരുന്നില്ല,
പക്ഷെ ഒരു അടിമ സ്ത്രീയുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ കണ്ണിനെ അത്രമാത്രം അദ്ദേഹം സൂക്ഷിക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അന്ധനാണെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന നിലയിൽ അദ്ദേഹം വളരെ സൂക്ഷ്മത പാലിക്കുന്ന മനുഷ്യനായിരുന്നു. അത്രയും ജീവിത പരിശുദ്ധിയുള്ള വ്യക്തി. രാത്രി കാലങ്ങൾ വന്നാൽ അദ്ദേഹം കരയുമായിരുന്നു. ഒരിക്കൽ ഉമ്മ ചോദിച്ചു, മോനെ റബീ, നീ എന്തിനാണ് മോനെ റബീ അലാ തനാം, നീ ഉറങ്ങുന്നില്ല മോനെ, നീ എന്തിനാണ് രാത്രി ഇത്രയധികം കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഉമ്മ, പാപം ചെയ്ത മനുഷ്യൻ ആ പാപത്തെക്കുറിച്ച് ഭയപ്പെടുന്നുവെങ്കിൽ അവൻ രാത്രി എങ്ങനെ ഉറങ്ങാനാണ്? ഉമ്മ ചോദിച്ചു, മോനെ, നീ എന്ത് തെറ്റാണ് ചെയ്തത്? നീ ആരെങ്കിലും കൊല ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ കൊല ചെയ്തിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു, മോനെ, എങ്കിൽ അവരുടെ അടുക്കൽ നമുക്ക് പോകാം, അവരോട് മാപ്പരയ്ക്കാം, അവരോട് പൊറുക്കലിനെ ചോദിക്കാം. നിന്റെ കരച്ചിൽ കണ്ടാൽ തീർച്ചയായും മാപ്പാക്കും. അതാരെയാ നീ കൊല ചെയ്തത്? അപ്പൊ മകൻ പറഞ്ഞു, ഞാൻ എന്നെ കൊല ചെയ്ത് എന്റെ നെഫ്സിനെയാണ്, തിന്മകൾ കൊണ്ട് നെഫ്സിനെ ഞാൻ കൊല ചെയ്തു. ജീവിതത്തിൽ നന്മകളുള്ള വ്യക്തി രാത്രി കാലങ്ങൾ ഉണർന്ന് കരയുകയാണ്, ഇബാദത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. ഇതായിരുന്നു ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ രാത്രികൾ. ഒരു ജീവിതം പരിശുദ്ധമായിരുന്നു, അവരുടെ പകലുകൾ നന്മയിൽ നിറഞ്ഞതായിരുന്നു. പക്ഷേ എന്നിട്ടും രാത്രി കാലങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമായിരുന്നു. അലി ബിൻ ഹസൻ ബിൻ ഷഖീഖ് റഹിമഹുല്ലാഹ് പറയുന്നു, ഒരിക്കൽ നല്ല തണുപ്പുള്ള രാത്രി, ഇശാ നമസ്കാരം കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അബ്ദുല്ലാഹ് മുബാറക് റഹിമഹുല്ലാഹയെ കണ്ടുമുട്ടി. അങ്ങനെ ആ വാതിൽക്കൽ നിന്ന് ഞങ്ങൾ ഹദീസിനെ കുറിച്ച് സംസാരിച്ചു. മഹാനവറുകൾ ഹദീസിനെ കുറിച്ച് സംസാരിച്ച രാത്രി സുബഹിക്ക് മുഅദ്ദിൻ ബാങ്ക് വിളിക്കാൻ വരുന്നവരെ നിന്ന് ഞങ്ങൾ രാത്രി ആ ഹദീസിന്റെ ചർച്ചയിൽ കഴിഞ്ഞുകൂടി. മുൻഗാമികളുടെ രാത്രികൾ ദീനിന്റെ ചർച്ചകളിൽ, ഇബാദത്തിൽ. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് പറയുന്നു, ഒരിക്കൽ ഞാൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുയുടെ കൂടെ ഞാൻ യാത്ര ചെയ്തു. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ രാത്രി മുഴുവൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഹദീസുകൾ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ആ യാത്ര മുഴുവൻ നബി തങ്ങളുടെ ഹദീസിന്റെ ചർച്ചയിൽ രാത്രി ഞങ്ങൾ പൂർത്തിയാക്കി. സുബഹിയുടെ ബാങ്ക് വരെ നബി തങ്ങളുടെ ഹദീസിന്റെ ചർച്ചയിൽ ഞങ്ങൾ രാത്രി പൂർത്തിയാക്കി. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല ദിവസം ഇതുപോലെ രാത്രി പള്ളിയിൽ ഇശാ നമസ്കാരം അവർ ഇരുന്നു, ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് സുബഹിക്ക് മുഅദ്ദിൻ വരുമ്പോഴാണ് അവർ ചർച്ച അവസാനിക്കുന്നത്. ആ കാലഘട്ടത്തിലെ അടിമ സ്ത്രീകൾ പോലും രാത്രി കാലങ്ങൾ നന്മയിൽ ചെലവഴിക്കുന്നവരായിരുന്നു. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അടിമ സ്ത്രീ അദ്ദേഹം വിറ്റു. മറ്റൊരു കുടുംബത്തിന്, മറ്റൊരു വീട്ടുകാർക്ക് അദ്ദേഹം വിറ്റു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അടിമ സ്ത്രീ മടങ്ങി വന്നു. മഹാനവറുകളെ, നിങ്ങൾ എന്നെ തിരിച്ചു വാങ്ങിക്കണം, കാരണം നിങ്ങൾ വിറ്റ വീട്ടുകാർ രാത്രി നമസ്കാരമില്ലാത്തവരാണ്, അവരെ കൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു കാലഘട്ടത്തിലെ അടിമകൾ പോലും, ജോലിക്കാർ പോലും രാത്രികൾ നന്മയിൽ ചിലവഴിക്കുന്നവരായിരുന്നു. സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ മുസ്ലിമീങ്ങൾ രാത്രികൾ എവിടെയാണ്? ഒരു കാലഘട്ടത്തിൽ മുസ്ലിമുകൾ രാത്രികൾ എങ്ങനെയായിരുന്നു? ഓരോ ഗ്രാമത്തിലും പട്ടണത്തിലും മുസ്ലിമീങ്ങൾ, നൂറുകണക്കിന് മുസ്ലിമീങ്ങളെ കാണാം രാത്രി കാലങ്ങളിൽ നന്മയിൽ ചിലവഴിക്കുന്നവർ. എന്നാൽ ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളും പട്ടണങ്ങളും നൂറുകണക്കിന് മുസ്ലിമീങ്ങളെ കാണാം തിന്മയിലും ഹറാമിലും ചിലവഴിക്കുന്നവർ. നമ്മളും അവരും നമ്മുടെ വ്യത്യാസം അതാണ്. നമ്മുടെ രാത്രികൾ തിന്മകൾ കൊണ്ട് നിറഞ്ഞതായി, മുൻഗാമികളുടെ രാത്രികൾ നന്മയിൽ ചിലവഴിക്കുന്നതായിരുന്നു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം അവർ രാത്രിയിൽ നന്മയിൽ ചിലവഴിക്കുന്നവരാണ്. മൂന്നാമത്തെ വിഭാഗം മൻ ലാ ലഹു വലാ അലൈഹി, അവർ രാത്രിയായാൽ അവർ നന്മക്കുമില്ല തിന്മക്കുമില്ല, അവർ രാത്രി മുഴുവൻ കിടന്ന് ഉറങ്ങിയ രാത്രി പൂർത്തീകരിക്കുന്നവരാണ്. അവർ രാത്രി നന്മയില്ല തിന്മയുമില്ല. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ അവർ ഉറക്കത്തിലായി രാത്രി പൂർത്തീകരിക്കും. അതവർക്ക് പ്രതികൂലവുമല്ല അനുകൂലവുമല്ല. ഈ അവസ്ഥയിലെങ്കിലും ഇന്നത്തെ മുസ്ലിമുകൾ നിന്നിരുന്നുവെങ്കിൽ, മുസ്ലിമീങ്ങളുടെ സംസ്കാരം, രാത്രിയിലെ സംസ്കാരം നഷ്ടപ്പെട്ടു. മുസ്ലിമീങ്ങളുടെ കൾച്ചറല്ല, മുസ്ലിമീങ്ങളുടെ മുആശറയില്ല. രാത്രി കാലങ്ങൾ ഉണർന്ന്, രാത്രി കാലങ്ങൾ കമ്പോളങ്ങളിലേക്ക്, രാത്രി കാലങ്ങൾ മാളുകളിലേക്ക്, രാത്രി കാലങ്ങൾ ചായ കുടിക്കാൻ ചായപ്പീടികയിലേക്ക്, ഇതൊന്നും മുസ്ലിമീങ്ങളുടെ സംസ്കാരമല്ല. യൂറോപ്പിന്റെ സംസ്കാരം ഇന്ന് മുസ്ലിമീങ്ങൾ കടമെടുത്തതാണ്. ഇപ്പോൾ സത്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ ചെന്നാൽ ആ സംസ്കാരം അവർക്ക് ബുദ്ധിമുട്ടായി, അതിന്റെ ദൂഷ്യം മനസ്സിലാക്കി
ഒരു ആലിം അദ്ദേഹം യൂറോപ്പിൽ യാത്ര ചെയ്ത് മടങ്ങി വന്നപ്പോൾ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. 7 മണി കഴിഞ്ഞാൽ കമ്പോളങ്ങൾ പൂട്ടിയില്ലെങ്കിൽ പിഴ അടയ്ക്കുന്ന അവസ്ഥയിൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ രാത്രികൾ മാറി. അതിൻ്റെ ദൂഷ്യം അനുഭവിക്കാൻ തുടങ്ങി. പക്ഷെ മുസ്ലിമീങ്ങൾ കടമെടുത്തിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ രാത്രികളാണ് സജീവം, തിന്മകളിലും കച്ചവടങ്ങളിലും. അള്ളാഹു നൽകിയ രാത്രി അള്ളാഹുവിന് മുന്നിൽ കരയാനും വിവാദത്തിനും വേണ്ടിയാണ്. ഇനി അതിനും സാധിച്ചില്ല എങ്കിൽ രാത്രി കാലം വിശ്രമിക്കാനുള്ളതാണ്. ഒരിക്കൽ ഐഷ റളിയല്ലാഹു തആല അൻഹ തന്റെ സഹോദരിയുടെ മകൻ ഉർവ റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താണ് ഇതെന്താണ് ഇശാ നമസ്കാരം സംസാരിച്ചിരിക്കുന്നു? നബിതങ്ങളുടെ ശീലം എന്ന് പറഞ്ഞാൽ ഐഷ റളിയല്ലാഹു പറയാണ്, ഇശാക്ക് മുമ്പ് ഉറങ്ങുകയില്ലായിരുന്നു, ഇശാ കഴിഞ്ഞാൽ സംസാരിക്കുകയുമില്ലായിരുന്നു, ഉടനെ വിശ്രമിക്കുക നബിതങ്ങളുടെ ശീലമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞ് ആരെങ്കിലും കൂട്ടം കൂടി സംസാരിച്ചിരിക്കുന്നത് കണ്ടാൽ അദ്ദേഹം ചാട്ടവാർ കൊണ്ട് അടിക്കുകയും അദ്ദേഹം പറയുമായിരുന്നു, അസമറൻ രാത്രികാലം ഉറക്കം ഒഴിക്കുകയോ, അസമറൻ ഫി അവ്വലിൽ ലൈൽ വനൗമൻ ഫി ആഖിരി, രാത്രിയുടെ ആരംഭത്തിൽ ഉറക്കം ഒഴിക്കുകയും രാത്രി അവസാനം ഉറങ്ങുകയും ഇത് മുസ്ലിമിന്റെ സംസ്കാരമല്ല. ഹദീസ് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, 3 വിഭാഗം ആളുകൾക്കാണ് ഇശാ കഴിഞ്ഞാൽ സംസാരിക്കാൻ തന്നെ ഇതിൽ അനുവാദമുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാർ, 2 സന്ധി ഉണ്ടാക്കാൻ വേണ്ടി, പിണങ്ങി കഴിയുന്നവർക്കിടയിൽ സന്ധി ഉണ്ടാക്കാൻ വേണ്ടി, 3 മുതഅല്ലിമീങ്ങൾ ദീൻ പഠിക്കുന്നവർ. പരിശുദ്ധ ഖുർആൻ സത്യനിഷേധികളുടെ ഒരു കാഫിറിന്റെ സ്വഭാവമായിട്ടാണ് പറയുന്നത്. രാത്രി വെറുതെ ഉറക്കം ഒഴിച്ചിരിക്കുക, ഉണർന്നിരിക്കുക, കമ്പോളങ്ങൾ ചുറ്റുക, ഇത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്, മുസ്ലിമിന്റെ സ്വഭാവത്തിൽപ്പെട്ടത്. അതുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന രാത്രി, ഓരോ രാത്രിയും വിലപ്പെട്ടതാണ്. ഇന്നൽ ലൈല വന്നഹാറ മതിയതാൻ, ഓരോ രാത്രിയും പകലും അടിമക്കുള്ള അവസരമാണ്. അവനെയും കൊണ്ട് യാത്ര ചെയ്യുകയാണ്, അള്ളാഹുവിലേക്ക് പോവുകയാണ്. രാത്രിയും അള്ളാഹുവിന്റെ കടമയുണ്ട്, പകലും അള്ളാഹുവിന്റെ കടമയുണ്ട്. രാത്രി പാഴാക്കാനുള്ളതല്ല, തിന്മകളും ഹറാമുകളും ചെലവഴിക്കാനുള്ളതല്ല. അതുകൊണ്ട് അള്ളാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ രാത്രി വിലയുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ എത്തി നിൽക്കുന്ന ഈ മാസങ്ങൾ, ഇതിന്റെ രാത്രികൾ, ഇനി വരാൻ പോകുന്ന മാസങ്ങൾ, അതിന്റെ രാത്രികളെല്ലാം വളരെ പുണ്യമായ രാത്രികളാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രം നൽകപ്പെട്ട ചില പ്രത്യേകമായ രാത്രികളാണ്. മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് ഇങ്ങനത്തെ ഇത്രയും പുണ്യമായ രാത്രികൾ നൽകപ്പെട്ടിരുന്നില്ല. ലൈലത്തുൽ ജുമുഅ, ജുമയുടെ രാവ് പുണ്യമായ രാത്രിയാണ്. ലൈലത്തുൽ ഈദുൽ ഫിത്ർ, ലൈലത്തുൽ ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്റിന്റെ രാത്രി, ഇതുപോലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ഇതുപോലെ പുണ്യമായ നമ്മുടെ മുന്നിലെത്തി നിൽക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ നിസ്ഫു ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രി. വളരെ പുണ്യമായ രാത്രിയാണ്. അല്ലാഹു തആല മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് നൽകാത്ത പല പുണ്യമായ രാത്രിപ്പെട്ട രാത്രിയാണ് ശഅബാൻ 15ന്റെ രാത്രി, ദുആ സ്വീകരിക്കുന്ന പുണ്യമായ രാത്രി. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, 17 ചില സഹാബാക്കൾ ഈ രാത്രിയുടെ മഹത്വത്തെ കുറിച്ച് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻകഴിഞ്ഞ ഉലമാക്കളുടെ, മുൻഗാമികളുടെ, മഹാന്മാരുടെ എല്ലാം ശീലമായിരുന്നു അന്നത്തെ രാത്രി ഇബാദത്തിൽ കഴിഞ്ഞുകൂടുക എന്നത്. അതിന്റെ മഹത്വം അറിയിക്കുന്ന പരിശുദ്ധ സൂറത്തുൽ ദുഹാന്റെ തുടക്കത്തിൽ ആ രാത്രിയുടെ മഹത്വം, ലൈലത്തുൽ മുബാറക ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില പണ്ഡിതന്മാർ എഴുതി അത് ശഅബാൻ 15ന്റെ രാത്രിയാണ്, പരിശുദ്ധ ഐശ്വര്യമുള്ള രാത്രി എന്നാണ് അല്ലാഹു തആല ആ രാത്രി അല്ലാഹു തആല അറിയിച്ചത്. ഹദീസിൽ വരുന്നുണ്ട്, ആ രാത്രി അല്ലാഹു തആല അടിമകളുടെ മേൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിനെ വാരിക്കൊരു ചൊരിയുന്നതാണ്. ആരെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞ് മാപ്പിരക്കുന്നവർക്കെല്ലാം പുറത്തു കൊടുക്കുന്ന രാത്രിയാണ്. ദുആയുടെ സ്വീകാര്യതയുള്ള രാത്രിയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി 5 രാത്രികളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. 5 രാത്രികൾ ദുആ സ്വീകരിക്കപ്പെടും. അടിമ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു തആല കൊടുക്കുന്ന 5 രാത്രികളുണ്ട്. അതിൽ ഒന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, ശഅബാൻ 15ന്റെ രാത്രി അടിമ എന്ത് അള്ളാഹുവിനോട് ദുആ ഇരുന്നാലും അതിന് ഉടനെ ഉത്തരം കിട്ടുന്ന രാത്രിയാണ്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഒരു പ്രാവശ്യം നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നബി തങ്ങൾ ആ രാത്രി 15ാം രാത്രി നബി തങ്ങൾ ഖബർസ്ഥാനിൽ പോവുകയും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തു. അത് എല്ലാ 15നും പോകണമെന്നല്ല, നബി തങ്ങൾ അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ടാണ് പോയത്. പക്ഷേ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ദുആ സ്വീകരിക്കുന്ന രാത്രിയായതിന്റെ പേരിൽ നബി തങ്ങൾ മുസ്ലിമീങ്ങൾ ഖബർസ്ഥാനിൽ പോവുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. അതുപോലെ ആ രാത്രിയുടെ മഹത്വത്തിൽ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അന്നത്തെ ശഅബാൻ 15ന്റെ രാത്രി മുതൽ
അടുത്ത വർഷത്തെ ശഅബാൻ 15 വരെയുള്ള ആ രാത്രിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഭൂമിയിൽ നടപ്പിലാകാനുണ്ട്, അത് അവകളെ അല്ലാഹു തആല മലക്കുകളെ അറിയിക്കുന്ന സമയവുമാണ്. അതുകൊണ്ട് ഉലമാക്കൾ എഴുതി, ആകാശ ലോകത്ത് ഒരടിമയെക്കുറിച്ച് മരണത്തിന്റെ തീരുമാനമെടുക്കുന്ന രാത്രി, ആ രാത്രി അടിമ അല്ലാഹുവിന് മുന്നിൽ ഇബാദത്തിലാണെങ്കിൽ എത്ര വലിയ സന്തോഷമായി. ഉലമാക്കൾ എഴുതി, ചില ആളുകൾ ഭൂമിയിൽ വിവാഹ ആലോചനയിലായിരിക്കും, ചില ആളുകൾ ഭൂമിയിൽ ആഹ്ലാദത്തിലും ചിരിയുമായിരിക്കും. ആകാശത്ത് അവന്റെ പേര് എഴുതപ്പെട്ടിരിക്കാൻ അടുത്ത ശഅബാൻ മരണപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ രാത്രിയും ശ്രേഷ്ഠമായതാണ്. ചില രാത്രികൾ അള്ളാഹു തആല അടിമക്കുള്ള അവസരമായി, അള്ളാഹുവിനെ അടുക്കാനും അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാനും അവസരമായി അള്ളാഹു വീണ്ടും നൽകുകയാണ്. ഈ ഉമ്മത്തിനോട് അള്ളാഹു പ്രത്യേകമായ കാരുണ്യമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ രാത്രിയും തിന്മയിൽ നിന്ന് പരിശുദ്ധമാകണം. പ്രത്യേകിച്ച് ഇനി വരുന്ന നാളുകൾ, ശഅബാനിന്റെ 15 രാത്രി, ഇനി അങ്ങോട്ട് പരിശുദ്ധമായ റമദാനിന്റെ രാത്രികൾ, ഓരോ രാത്രിയും പരിശുദ്ധമാണ്. ഈ രാത്രികളെ നന്മകൾ കൊണ്ട് സജീവമാക്കണമെങ്കിൽ നമ്മുടെ ശീലങ്ങൾ നമ്മൾ മാറ്റണം. മുസ്ലിമികൾ ഇന്നത്തെ ശീലങ്ങൾ, രാത്രി കാലങ്ങൾ കമ്പോളങ്ങളിൽ, മാളുകളിലും, മാർക്കറ്റുകളിലും, ചായപ്പിഴയിലും, വഴിയോരങ്ങളിലും ഇരുന്നുള്ള മുസ്ലിമീങ്ങളെ സംസ്കാരം, മുസ്ലിമീങ്ങളുടെ സംസ്കാരം ഇത് മാറ്റി യഥാർത്ഥ ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് വന്ന് രാത്രി കാലങ്ങളിൽ അള്ളാഹുവിന് മുന്നിൽ ഇബാദത്തിലും നന്മയിലുമായി കഴിഞ്ഞുകൂടുന്ന അവസ്ഥയിലേക്ക് ഉമ്മത്ത് മാറേണ്ട കാലഘട്ടമാണ്. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.